യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തി ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ഒരിക്കലും ഇരുളിലല്ല നടക്കേണ്ടത്, നീ വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എഫെസ്യ ലേഖനം 5-ാമത്തെ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, ഇരുളിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞിട്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാല കുഞ്ഞെ, ഇരുളിൻ്റെ പ്രവർത്തികൾ നിന്നിലുണ്ടെങ്കിൽ വെളിച്ചത്തിന് സ്ഥാനമില്ല. ഇരുളിൻ്റെ പ്രവർത്തികളെ വിട്ടുകളഞ്ഞിട്ട്, ഇരുളിൻ്റെതായ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞിട്ട് നീ വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിൻ്റെ വകയായി മാറുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെ വകയായി നീ മാറുമ്പോൾ നിന്റെ മേൽ ഒരു തേജസ് വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല കുഞ്ഞെ, നീ എഴുന്നേൽക്കണമോ? നീ പ്രകാശിക്കണമെങ്കിൽ നീ അനേക രാജ്യങ്ങളുടെ നടുവിൽ, അനേക പട്ടണങ്ങളുടെ നടുവിൽ, അനേക സ്റ്റേറ്റുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റുവാൻ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നീ ശോഭിക്കുവാൻ, പ്രകാശിക്കുവാൻ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവെ വിളിച്ചു പറയുകയാണ്, കർത്താവിൻ്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ബലം നിന്നിൽ വ്യാപരിക്കണമെങ്കിൽ, കർത്താവിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടണമെങ്കിൽ, ദൈവിക ശക്തി നിന്നിൽ വ്യാപരിച്ച് കഴിയുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ സഞ്ചരിപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ദൈവം ആഗ്രഹിക്കുന്ന പട്ടണത്തിനകത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റേറ്റിനകത്ത്, ദൈവം ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്ക് നിന്നെ സഞ്ചരിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇരുളിൽ നടക്കല്ലേ. നീ വെളിച്ചത്തിൽ നടന്നാൽ, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാൻ തയ്യാറാണെങ്കിൽ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, ആ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുവാൻ തുടങ്ങും. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ തേജസ് നിന്റെ മുഖത്ത് പ്രകാശിച്ചു കഴിഞ്ഞാൽ, നീ എഴുന്നേറ്റ് ശോഭിക്കും. അതേ പ്രിയ സഹോദര, പ്രിയ ദൈവ പൈതലേ, ഇന്ന് ദൈവം പറയുന്ന, നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോകുകയാണ്. നിന്നെ നിന്ദിച്ചവർ നടുവിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ നടുവിൽ, നിന്നെ ഒന്നിന് കഴിവില്ലെന്ന് പറഞ്ഞവർ നടുവിൽ